കോട്ടയം സംക്രാന്തിക്ക് അടുത്ത് അടിച്ചിറ അല്ലേ, അടിച്ചിറ MC റോഡിൽ നിന്ന് ഏകദേശം ഒരു 19 മീറ്റർ ഉണ്ടാവും. ഇവിടെ ഒരു റെയിൽവേ ഗേറ്റ് ഉണ്ട്. ആ റെയിൽവേ ഗേറ്റിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മൾ ഈ പ്രോജക്റ്റ്. ഇതിൻ്റെ ബേസ്മെൻറ്റ് മുതൽ, അതായത് ഇതിൻ്റെ സെറ്റിംഗ് ഔട്ട് മുതലുള്ള എല്ലാ വർക്കുകളും നമ്മൾ തന്നെയാണ് ചെയ്തത്. ബേസ്മെൻറ്റ് നമ്മൾ കോൺക്രീറ്റിൽ തന്നെ ചെയ്തത്. കോൺക്രീറ്റിൽ നമ്മൾ റെഡി മിക്സാണ് ബേസ്മെൻറ്റിന് യൂസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ പിന്നിൽ കിടക്കുന്നുണ്ട് അല്ലേ. ഇതിൻ്റെ ബേസ്മെൻറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒരു അരമണിക്കൂറുള്ളൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. കാരണം സാധാരണ എല്ലാ ആൾക്കാരും ചെയ്യുന്ന രീതിയിലല്ല ഞങ്ങൾ ബേസ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെ വിളിക്കുന്ന ആൾക്കാർക്ക് അത് എങ്ങനെ ചെയ്യണമെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ തന്നെ, അതിൻ്റെ എല്ലാ പ്രോസസ്സും നമ്മളെ ചാനലിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. നോർമലായിട്ട് ഒരു 4 കള്ളീൻ്റെ ബേവിൻ്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സാധാരണ സൺഷെയ്ഡ് നമ്മൾ ഈ ഒരു ജനൽ ഹൈറ്റിൽ നിന്നാണ് നമ്മൾ നോർമൽ വീടിനൊക്കെ ചെയ്യാറ്. ഇത് നമ്മളൊരു 8 ഇഞ്ചും കൂടി പൊക്കിയിട്ടാണ് സൺഷെയ്ഡ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ ജനലിൻ്റെ അവിടുത്തെ ഒരു ബോർഡർ കണ്ടാൽ നിങ്ങൾക്കറിയാം. പിന്നെ അതേപോലെ നമ്മൾ സൺഷെയ്ഡ് തള്ളിയിരിക്കുന്നത് 80 സെൻറ്റിമീറ്ററാണ്. കാരണം ഇവിടുത്തെ 2 സ്റ്റെപ്പ് വരുമ്പോൾ ആ സ്റ്റെപ്പിലും കൂടി കവറാവാൻ വേണ്ടിയിട്ട്, അതായത് അതിലേക്ക് മഴവെള്ളം വീഴാത്ത രീതിയിലാണ് നമ്മൾ ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സൺഷെയ്ഡിനുള്ള പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ സൺഷെയ്ഡിൻ്റെ സൈഡിൽ സാധാരണ ഫുള്ള് മഴവെള്ളം ഫ്രണ്ടിലേക്ക് വീഴാണ്ടിരിക്കാനായിട്ട് നമ്മളതിൽ സൺഷെയ്ഡ് ചെയ്യണ സമയത്ത് തന്നെ ഒരു 4 ഇഞ്ചിൻ്റെ ബീഡിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന സമയത്ത് അതിപ്പോൾ ഒരു 8 ഇഞ്ച് തിക്നെസ് കാണുന്നുണ്ടാവും. കാരണം 4 ഇഞ്ചാണ് സൺഷെയ്ഡിൻ്റെ തിക്നെസ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ 4 ഇഞ്ചിൻ്റെ ഒരു ബീഡിങ്ങും ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിങ്ങനെ ഇത്ര വീതിയിൽ കാണിക്കുന്നത്. ഇതിൻ്റെ വെള്ളം നമ്മൾ 2 കോർണറിലായിട്ട് ഡ്രോപ്പ് ചെയ്യുക. അതിന് 2 സ്ഥലത്തും പൈപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ മെയിൻ സ്ലാബിൻ്റെ തിക്നെസ് കാണിച്ചു കൊടുക്കുക. നമ്മൾ മെയിൻ സ്ലാബ് 5 ഇഞ്ച് തിക്നെസ്സാണ്. മെയിൻ സ്ലാബ് 5 ഇഞ്ചാണ് ഇതിൻ്റെ എൻഡിലുണ്ടായിരിക്കുക. അപ്പോൾ മിഡിലൊക്കെ ഏകദേശം ഒരു 6 ഇഞ്ചോളം തിക്നെസ് വരും. 6-6.5 ഇഞ്ചോളം ഇതിന് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെയും വീഡിയോ നമ്മൾ ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ വിചാരിക്കും എന്തിനാണ് ഇപ്പോൾ ഇത്ര തിക്നെസ് ഇത്ര അധികം കൊടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ റൂം സൈസൊക്കെ വരുന്നത് 15-15 ഈ വീടിൻ്റെ റൂം സൈസ് വരുന്നത്. അപ്പോൾ നമ്മളതിൽ 10-ൻ്റെ കമ്പിയാണ് ഉപയോഗിച്ച് വരുന്നത്. അതേപോലെ നമ്മൾ സ്പാന് വലിപ്പം കൂടുമ്പോൾ എന്തായാലും കമ്പിയിലും ബോത്ത് വേ ഒക്കെ ചെയ്ത് സ്ട്രോങ് ആക്കണം. അതേപോലെ തന്നെ അപ്പോൾ മെയിൻ സ്ലാബിൻ്റെ തിക്നെസ്സും കൂട്ടണം. അല്ലാണ്ട് 15-15ൻ്റെ റൂമിന് 4 ഇഞ്ചിലൊന്നും സ്ലാബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും സ്ട്രെങ്ത് ഉണ്ടായിരിക്കില്ല. ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത് ഏകദേശം 6 മീറ്ററാണ്. അതായത് ഇവിടെ മുതൽ ആ ഫില്ലർ വരെ 6 മീറ്ററാണ് വരുന്നത്. അപ്പോൾ ആ 6 മീറ്ററിൽ നോർമലി എല്ലാവർക്കും അറിയാം, നമ്മൾ കോൺക്രീറ്റിൻ്റെ ഭിത്തി വെറും 10 സെൻറ്റിമീറ്ററേ ഉള്ളൂ, അതായത് 4 ഇഞ്ചേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ ഈ 6 മീറ്ററൊക്കെ വരുമ്പോൾ ഈ 10 സെൻറ്റിമീറ്ററിൽ നോർമലായിട്ട് നമ്മൾ കമ്പിടുന്ന രീതിക്കല്ല ഇങ്ങനത്തെ ഒക്കെ ഒരു ഏരിയ വരുമ്പോൾ നമ്മൾ അതിനെന്തായാലും വാളിൽ കമ്പിയുടെ തിക്നെസ്സിൽ ചേഞ്ച് വരുത്തും. അതേപോലെ ഈ സ്ലാബിൻ്റെ തിക്നെസ്സിലും ചേഞ്ച് വരുത്തും. കാരണം ഇതിപ്പോൾ നമ്മൾ 5 ഇഞ്ച് തിക്നെസ്സിലാണ് ഈ ഒരു സ്ലാബ് വാർത്തിരിക്കുന്നത്. കാരണം ഈ 6 മീറ്റർ ലെങ്ത്ത് ഉണ്ട്. അതേപോലെ തന്നെ ഇതിന് കമ്പി ഇട്ടിരിക്കുന്നതിൻ്റെ വീഡിയോ നമ്മളതിലുണ്ട്. അപ്പോൾ സാധാരണ ചുമര് വെക്കണ പോലെയല്ല ഇങ്ങനത്തെ ഓപ്പൺ ഏരിയകളിൽ. അതേപോലെ ഈ സൈഡും അങ്ങനെ തന്നെയാണ്. ഈ സൈഡ് ഏകദേശം 4.5 മീറ്ററോളം ഈ സൈഡും ഉണ്ട്. അപ്പോൾ 4.5 മീറ്റർ ഇപ്പോൾ ഇത് കണ്ട 4 ഇഞ്ച് ചുമരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൽ മെയിൻ സ്ലാബിൽ എങ്ങനെയാണോ കമ്പിടുന്നത് അതേ രീതിയിൽ നമ്മൾ കമ്പി ഇട്ടിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ലിൻഡൽ എങ്ങനെ ചെയ്യും അതേ രീതിയിൽ നമ്മൾ ലിൻഡൽ കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് പിന്നെ അഡീഷണൽ ഡബിൾ നെറ്റ് ആക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ സൈഡിൽ അപ്സ്റ്റെയറിൻ്റെ ബാത്റൂമാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ താഴ്ത്തി വാർത്തിരിക്കുന്നത്. പിന്നെ ഇത് സ്റ്റെയർ കേസ് റൂമാണ്. അപ്പോൾ അതിനൊരു പെർഗോള സിസ്റ്റം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കംപ്ലീറ്റ് ഫ്രണ്ടിലും ഫുൾ വ്യൂ കിട്ടാനായിട്ട്, ഹാളിൻ്റെ ഒരു വ്യൂ കിട്ടാനായിട്ട് നമ്മൾ ഫുൾ വിൻഡോ, അതായത് ഭിത്തി എന്ന് പറയാനില്ല, ഈ ഒരു കോർണറാണ് ഇപ്പോൾ നമ്മളെ ഭിത്തി. ഇതൊരു 10 സെൻറ്റിമീറ്ററും 2 സെൻറ്റിമീറ്റർ ഒരു 15 സെൻറ്റിമീറ്ററാണ് 2 കോർണറും വരുന്നത്. ബാക്കി എല്ലാ ഏരിയയും നമ്മൾ വെൻറ്റിലേഷൻ വെച്ചിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹാളിലേക്ക് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം നല്ല വെളിച്ചം ഇതിൽ കിട്ടും. പിന്നെ എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ ഈ ജനലൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇതെല്ലാം ഫോൾഡിങ് ടൈപ്പാണ്. അപ്പോൾ ഈ മുകളിലത്തെ ഫോൾഡിങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലോണം എയർ സർക്കുലേഷൻ ഈ ഹാളിലേക്ക് ഉണ്ടായിരിക്കും. വെൻറ്റിലേഷൻ നമ്മൾ വേറെ കൊടുത്തിട്ടില്ല. വെൻറ്റിലേഷൻ എന്ന് പറയുന്നത് എയർ ഹോൾ വേറെ കൊടുത്തിട്ടില്ല.
കാരണം എന്താ വെച്ചാൽ ഇത്രയും വലിയ ഏരിയയിൽ ഇപ്പോൾ 2 എയർ ഹോൾ കൊടുക്കുന്നതിനേക്കാളും നല്ലത് പകൽ സമയത്തോ അല്ലെങ്കിൽ മാക്സിമം ഉള്ള സമയത്ത് ഇത് ഓപ്പൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നല്ല എയർ സർക്കുലേഷൻ ഉള്ളിലേക്ക് കിട്ടും ചെയ്യും. എന്നാൽ നമുക്കിത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മഴക്കാലത്ത് ഈ പാറ്റ പ്രാണി അങ്ങനത്തെയൊക്കെ പൊടിയണ സമയത്ത് നമുക്കിത് ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ ഫുൾ ക്ലോസ് ആയിട്ട് സേഫ്റ്റി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ മറ്റത് നമ്മൾ എയർ ഹോൾ വെച്ച് കഴിഞ്ഞാലും അതിപ്പോൾ ഈ ഫ്രണ്ട് സൈഡിൽ തന്നെ ഇപ്പോൾ നമ്മളൊരു എയർ ഹോൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ അതൊരു അഡീഷണൽ നെറ്റൊക്കെ അടിച്ചിട്ട് ഇതാക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എന്തായി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ പ്രാണികളും പല്ലിയും പാറ്റയൊക്കെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറും. അപ്പോൾ അതിനേക്കാളും നല്ലത് ആവശ്യ സമയത്തും ആണെങ്കിൽ ഇത് ഫുള്ളായിട്ട് അത് ഉള്ളിലും ഉണ്ട് ഇതേപോലത്തെ ഒരു ഫ്രഞ്ച് വിൻഡോ. അപ്പോൾ അവിടെയും ഇപ്പോൾ ഹാളിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ മൊത്തം ഒരു വ്യൂ കാണാം. മെയിൻ ഡോർ ഇപ്പോൾ നമ്മൾ ടെമ്പററി ആയിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ മെയിൻ സ്ലാബ് കഴിഞ്ഞപ്പോൾ എല്ലാം ഇതാക്കി കിടക്കുകയാണ്. അപ്പോൾ ഉള്ളിലേക്ക് ഫ്രണ്ട് കൂടി ആരും കയറണം, നമുക്ക് ഉള്ളിൽ കൂടി അപ്പുറത്ത് കൂടി കയറി വരാം. എന്നിട്ട് ഹാള് കാണിച്ചു കൊടുക്കും. പിന്നെ ഇതും നമ്മൾ ഫ്രണ്ടിൽ കൊടുത്ത അതേപോലെ തന്നെ ഇത് സ്റ്റെയർ കേസിൻ്റെ ഒരു ലാൻഡിങ് ഏരിയ വരുന്നത്. അതായത് 2 മീറ്ററാണ് ഇവിടെ. ആ 2 മീറ്ററിലും നമ്മൾ ജനലാണ് കൊടുത്തിരിക്കുന്നത്. അത് അടിയിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്സ്റ്റെയർ വരുമ്പോൾ അപ്സ്റ്റെയറിൽ നമ്മൾ ഇതേപോലെ തന്നെ കൊടുക്കുക. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ആകെയുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നോക്കുമ്പോഴാണ് ഈ വീടിൻ്റെ ഒരു വ്യൂ. അപ്പോൾ വ്യൂ ആയിട്ടും കിട്ടും, അത്യാവശ്യം നല്ല വെളിച്ചം കാണണമെന്നുണ്ടെങ്കിൽ ഇനി ഉള്ളിലേക്ക് തന്നെ വരണം. ഇങ്ങോട്ട് വേറൊരു സാധനം കാണിച്ചു തരാം. ഞങ്ങൾ എയർ ഹോൾ കൊടുക്കുന്നത് ഈ ഒരു രീതിയിലാണ്. കാരണം സാധാരണ എല്ലാവരും എയർ ഹോൾ കൊടുക്കുക മെയിൻ സ്ലാബിനോട് തന്നെ ചാരിയിട്ടാണ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് എന്തായാലും ഒരു അൺഫിനിഷ്ഡ് ഉണ്ടായിരിക്കുക മെയിൻ സ്ലാബിൻ്റെ അടി. ഇപ്പോൾ നെറ്റ് എന്തെങ്കിലും വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിലാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് സ്ക്വയർ ആക്കിയിട്ട് ഒരേപോലെ നെറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സാധാ എയർ ഹോളിനേക്കാളും വലുപ്പമുണ്ട്. എന്നാൽ അത് ഭയങ്കര സേഫ്റ്റിയാണ്. കാരണം വെറും 6 ഇഞ്ചേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി ഒരു മനുഷ്യൻ എന്തായാലും ഉള്ളിൽ കയറാൻ പറ്റില്ല. എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങൾ സുഖമായിട്ട് നടക്കും ചെയ്യും. പിന്നെ ഇത് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള വാതിലാണ്. ഇവിടെ ഒരു അടുക്കള കിണറും ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ മുകളിൽ ഏകദേശം 1 മീറ്റർ നമ്മൾ ഇവർക്ക് പ്രൊജക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഏകദേശം ഈ കിണറിൻ്റെ ഇതുവരെ നമ്മൾ സ്ലാബിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന സ്റ്റെപ്പിലേക്കും ഒരു തുള്ളി വെള്ളം വീഴില്ല. ആ രീതിയിൽ 2 സൈഡും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണമെങ്കിൽ തന്നെ ഒരു അഡീഷണൽ ചെറിയൊരു ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ കിണറിൻ്റെ ഒരു പകുതി വരെയും കൂടി കവറാവും. ഡൈനിങ് ഹാളിൽ നിന്നാണ് നമ്മൾ സ്റ്റെയർ കേസ് അതേപോലെ കിച്ചൺ ആ ഭാഗത്തിലേക്കെല്ലാം പോണത്. അപ്പോൾ ഇങ്ങനെ ഒരു കോർണർ വിൻഡോ കൊടുക്കുകൊണ്ട് ഇത്രയും ഒരു വ്യൂ, അതായത് ഇത്രയും നല്ല വെളിച്ചം കിട്ടാനുള്ള ഈ ഹാളിൽ ഈ നല്ല വെളിച്ചം കിട്ടാൻ ഇത്രയും വലിയ വെൻറ്റിലേഷൻ കൊടുത്തുകൊണ്ടാണ് കിട്ടിയത്. അതേപോലെ തന്നെ സ്റ്റെയർ കേസിൻ്റെ അവിടുത്തെ 2 മീറ്റർ വലിയ വെൻറ്റിലേഷൻ കൊടുക്കുകൊണ്ട് അവിടെ അത്യാവശ്യം നല്ല വെളിച്ചമുണ്ട്. ലൈറ്റിൻ്റെ ഒരു അല്ല ഞാൻ പറയാം ലൈറ്റിൻ്റെ ഒരു ഇതുണ്ട്. അത് പുറത്തുനിന്ന് ജനലിൻ്റെ ഉള്ളിൽ കൂടി വരുന്ന വെളിച്ചമാണ്. അതെന്തായാലും ഈ സമയമാകുമ്പോൾ ഉണ്ടായിരിക്കും. ഞാൻ അവിടെ നിന്ന് ഇത് ഫ്രഞ്ച് വിൻഡോ കാണിച്ചു കൊടുക്കുക. 3 മണി സമയമായതുകൊണ്ടേ നമ്മൾ ഈ സൈഡിൽ സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു ഇതിൻ്റെ ആവശ്യമില്ല. കാരണം ഇങ്ങടെ ഒരു ഫ്രഞ്ച് വിൻഡോ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ ഇവിടെ ജസ്റ്റ് ഒരു കോട്ടിയാട് മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്രഞ്ച് വിൻഡോ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെ വേറെ ഒന്നുമില്ല. അതായത് അടുക്കളയിലേക്ക് അതിനെ പോയിട്ട് പുറത്തേക്ക് അതിലാണ് പെർമനൻ്റ് ആയിട്ടുള്ള വഴി. പക്ഷേ ഈ ഒരു ഏരിയയിൽ ഒരു കോട്ടിയാട് വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടൊരു ഫ്രഞ്ച് വിൻഡോ കൊടുത്തിട്ടുണ്ട്. നല്ല വെളിച്ചം ഉണ്ടാവും അല്ലേ? ഭയങ്കര വെളിച്ചം. അത് എവിടെയും ടച്ച് ചെയ്യണ്ടോ? ഇവിടെ ടച്ച് ചെയ്യുമ്പോഴേക്കും ഇവിടെ ശരിയാവുന്നു. കുഴപ്പമില്ല. ഇതാണ് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂം 15x15 സൈസ് വരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു സ്പാൻ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് റൂം മാത്രമാണ് 15x15. പിന്നെ ഇതിലൊരു അറ്റാച്ച്ഡ് ബാത്റൂം, ഒരു ഡ്രസ്സിങ് റൂം, ഇതെല്ലാം വേറെയും വരുന്നുണ്ട്. അതുകൂടാണ്ട് നമ്മൾ അവിടെ ഫ്രണ്ട് സൈഡിൽ നമ്മളൊരു ബേ വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ റൂം ഭയങ്കര വലുപ്പമായിട്ട് തോന്നിക്കല്ല ഓൾറെഡി ഉണ്ട്. ബേ വിൻഡോയും കൂടി വന്നപ്പോൾ ഒന്നും കൂടി ഇതായി. പിന്നെ ഇപ്പോൾ എല്ലാ ആൾക്കാരും ചോദിക്കും നമ്മളെ ചുമരിൻ്റെ സ്ട്രെങ്ത്തിനെ കുറിച്ചിട്ട്. 4 ഇഞ്ച് ചുമരാണെങ്കിൽ കൂടി നമ്മളെ ഈ 15x15 റൂമിൻ്റെ സ്ലാബ് ഇതിൻ്റെ ചുമര് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂജ് സപ്പോർട്ടാണ്. കാരണം നമ്മളിപ്പോൾ ഇതൊരു ഫില്ലറിൽ, അതായത് ഒരു കോളം ഫുട്ടിങ് ഇട്ടിട്ട് ഫില്ലറിൽ ചെയ്തിട്ട് നമ്മൾ ബ്രിക്സ് വെച്ചിട്ട് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെ ഫില്ലറിൻ്റെ ഒരു തിക്നെസ് വരുന്നത് ഇപ്പോൾ 20-30 ഫില്ലറാണെങ്കിൽ തന്നെ 4 ഫില്ലർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം കിട്ടാൻ പോണത് 4 സ്ക്വയർ ഫീറ്റ്. അതായത് 4 മൂലയ്ക്ക് 4 ഫില്ലറാണല്ലോ വരാൻ പോണത്. അതിൻ്റെ മുകളിൽ കോളം ബോക്സ് ഉണ്ടാവും, അതിൻ്റെ മുകളിലാണ് സ്ലാബ് വരിക, അതൊക്കെ ഓക്കെ. പക്ഷേ എന്നാലും 4 സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിലാണ് ഈ
15x15 സ്ലാബ് അതിന്മേൽ ലോഡായിട്ടിരിക്കണത്. ഇപ്പം നമ്മളത് 15 അടി ലെങ്ത്തും 4 ഇഞ്ച് തിക്നെസ്സുമാണ് നമ്മളെ വാള് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഏരിയ ഫുള്ളായിട്ട്, അതായത് 4 സൈഡിലും ഇതേപോലെ ഈ ചുമര് സപ്പോർട്ട് വരുമ്പോൾ നമുക്ക് ഏകദേശം ടോട്ടൽ സ്ക്വയർ ഫീറ്റ് കിട്ടുന്നത് 18 സ്ക്വയർ ഫീറ്റ് വരും നമ്മൾ ഈ ചുമര് ഈ സ്ലാബ് ഹാങ് ചെയ്ത് നിൽക്കുന്നത്. നേരെ മറിച്ച് ഇത് ഫില്ലറിലാണെന്നുണ്ടെങ്കിൽ വെറും 4 സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിലായിരിക്കും ഈ സ്ലാബ് നിൽക്കുക. അപ്പോൾ തന്നെ മനസ്സിലായി. പിന്നെ അതുകൂടാണ്ട് ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന്, അതായത് ഇതൊക്കെ 15 ഗ്യാപ്പിൽ കമ്പി മുകളിലേക്ക് പോകുന്നുണ്ട്. ആ കമ്പി കംപ്ലീറ്റ് മെയിൻ സ്ലാബിലേക്ക് ലോക്ക്, അതായത് 15 അടിയിൽ 15 ഗ്യാപ്പിൽ കംപ്ലീറ്റ് കമ്പി 4 സൈഡും മുകളിലേക്ക് നമ്മൾ ഇടുന്നുണ്ട്. പിന്നെ ഈ ബാത്റൂമിൻ്റെ ചുമര് ഇതൊക്കെ പാടെ കൂടി വരുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ 18 സ്ക്വയർ ഫീറ്റിനേക്കാളും കൂടുതൽ സപ്പോർട്ട് ഉണ്ടായിരിക്കും. കാരണം കണ്ടില്ലേ, ഈ സ്ലാബ് വന്നിട്ട് ഇവിടെ ഇതൊക്കെ ചുമര് ഡയറക്റ്റ് മുകളിലേക്ക് സപ്പോർട്ടായിട്ട് തന്നെ നിൽക്കണത്. അപ്പോൾ സ്ട്രെങ്ത്തിൻ്റെ കാര്യത്തിൽ കോൺക്രീറ്റ് വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എല്ലാവരും ചിന്തിക്കുന്ന പോലെ 4 ഇഞ്ച് ചുമര് എന്നല്ല. ഈ 4 ഇഞ്ച് ചുമര് ഫുൾ, അതായത് റൂമിൻ്റെ 4 സൈഡിലും ഇതേപോലെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. നേരെ മറിച്ച് നമ്മൾ കോളത്തിലാണ് ചെയ്യണമെച്ചാൽ ഇവിടെ ഒരു കോളം ഉണ്ടായിരിക്കും, ആ തലക്കിലൊരു കോളം ഉണ്ടായിരിക്കും. നമ്മൾ മെയിൻ സ്ലാബ്, അതായത് അല്ലെങ്കിൽ സ്ലാബെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് ബ്രിക്സ് വെച്ച് പാർട്ടീഷൻ ചെയ്യാറ്. അതായത് റൂമാണെങ്കിലും വില്ലകളാണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും. അപ്പോൾ ഇത് ബ്രിക്സ് വെച്ച് പാർട്ടീഷൻ ചെയ്യണ സമയത്ത് ഒരു കാരണവശാലും രണ്ടാമത് ബ്രിക്സ് വെച്ച് പാർട്ടീഷൻ ചെയ്യുമ്പോൾ ഈ ബ്രിക്സിൻ്റെ മുകളിലേക്ക് ഒരിക്കലും സ്ലാബിൻ്റെ ലോഡ് വരില്ല, വരുത്താനോട്ട് പറ്റില്ല. ഇപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ലോഡായിട്ടാണ് പോണത്. ഈ ചുമരിലെല്ലാവർക്കും കംപ്ലീറ്റ് ലോഡ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ടാണ് പോണത്. ഇതും അതേപോലെ അടുത്തൊരു ബെഡ്റൂം, 2 ബെഡ്റൂമാണ് ഇതിൻ്റെ ഗ്രൗണ്ടിലുള്ളത്. 2 ബെഡ്റൂം ഗ്രൗണ്ടിൽ, 2 ബെഡ്റൂം മുകളിലാണ് വരുന്നത്. ടോട്ടൽ 2500 സ്ക്വയർ ഫീറ്റ് അല്ലേ വരുന്നത്? 1900. അന്ന് ഏത് അടിമോളും പാടെ താഴെ 1400, മുകളിൽ 900. ഓക്കെ. 2 താഴെ അറ്റാച്ച്ഡ് ബാത്റൂമും ഡ്രസ്സിങ് റൂമും, മുകളിൽ അതേപോലെ തന്നെ 2 ബെഡ്റൂം വരും. ഇതിലേറ്റവും നല്ല അടിപൊളിയായിട്ടുള്ള സ്പേസ് ഈ ഒരു ഹാൾ തന്നെയാണ്. പിന്നെ ഈ ഒരു ഏരിയയിലാണ് നമ്മളെ വാഷ് ബേസ് കാര്യങ്ങളൊക്കെ വരിക. കിച്ചൺ കാണിച്ചു കൊടുത്തിട്ടില്ലല്ലോ? ഇല്ല. കിച്ചണിൽ നമ്മൾ എയറോൾ പറഞ്ഞിരുന്നു, പക്ഷേ എയറോളിൻ്റെ കൂടി നല്ല ലൈറ്റ് വരുന്നുണ്ടാവും, നോക്കിയെടുത്തോ. കിച്ചണിൽ 2 എയറോളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, ഒരെണ്ണം ഇവിടെയും ഒരെണ്ണം അവിടെയും. അതുകൊണ്ട് അത്യാവശ്യം കിച്ചണിൽ എന്ത് പൊരിക്കലും മണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പോയിക്കോളും. ഇവിടെ പെട്ടെന്ന് അവസാനിപ്പിക്കുക, കാരണം നിങ്ങൾ കണ്ടോ ഈ എയറോളിൻ്റെ ലൈറ്റും ജനലിൻ്റെ ലൈറ്റും കാരണം കൊണ്ട് ഈ വീഡിയോ കാണാനേ നിങ്ങൾക്ക് പറ്റില്ല. അതേപോലെ പിന്നെ ഈ ഒരു കോർണറിലൊരു വാഷിംഗ് മെഷീൻ്റെ ഇതാണ്. അതൊക്കെ നമുക്ക് വീടിൻ്റെ വർക്ക് കഴിയുന്നതിനനുസരിച്ചിട്ട് വർക്ക് കഴിയുന്നതിനനുസരിച്ചിട്ട് കാണിച്ചു തരാം. പിന്നെ ഉള്ളത് സ്റ്റെയറിന് മുകളിലേക്ക് പെർഗോള സിസ്റ്റം. ഇത്ര തന്നെ ഉള്ളൂ. ഇനി മുകളിൽ വന്നു കഴിഞ്ഞാൽ ഓപ്പൺ ടെറസും കാണിച്ചു കൊടുത്തോ. മുകളിൽ 2 അറ്റാച്ച്ഡ് ബാത്റൂമാണുള്ളത്. അപ്പം ഞാൻ ഫസ്റ്റ് വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത് സിറ്റ് ഔട്ടിൽ വരുന്ന അപ്സ്റ്റെയറിൻ്റെ ബാത്റൂമാണ്. അതോടെ നമ്മൾ താഴ്ത്തി സ്ലാബ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ആ സൈഡിലൊരു ബാത്റൂം. അങ്ങനെ 2 അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ സ്പേസുകൾ. എന്താ ഇവിടെ ഷൂട്ട് ആവണമെന്ന് കാണുന്നില്ല എനിക്ക്. എവിടെ നല്ല വെളിച്ചാവുണ്ടോ? മോള് കയറി കാണിച്ചു കൊടുക്കും. നല്ല മഴയാണ് കോട്ടയത്ത്, അതുകൊണ്ട് അത്യാവശ്യം ക്യൂറിങ് കഴിഞ്ഞതിന് ശേഷം നല്ല വീട് നല്ല നന കിട്ടുന്നുണ്ട്. അതാ മെയിൻ സ്ലാബിൻ്റെ തിക്നെസ് കുറച്ച് അടുത്ത് വന്ന് കാണിച്ചത് 5 ഇഞ്ച് തിക്നെസ്സാണ്. അപ്പുറത്ത് ഇവിടെ നോർമലി ചെയ്യുന്ന വീടുകളിൽ അതിനെ സൂം ചെയ്ത് കൊടുത്തൊക്കെ 4 ഇഞ്ച് തിക്നെസ്സാണ്. അത് ഏകദേശം 3500-4000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ വീടിൻ്റെ വിശേഷം. കാരണം നമുക്ക് ഇനി ഇതിൻ്റെ ഓരോ പണിയുടെ അപ്ഡേറ്റിനനുസരിച്ചിട്ട് പുതിയ വീഡിയോസ് വേറെ ചെയ്യാം. ഓക്കെ.